Good morning students, welcome to your biology classes standard 9. In the last class we have discussed about urine formation. It includes three processes like ultrafiltration, reabsorption and secretion and absorption of water. Then we discussed about the components of glomerular filtrate and urine. You understood the differences in the components of urine and glomerular filtrate. Then we discussed how micturition that is passing out of urine help us to wash off germs from the body. Then we have gone through an experiment to detect the presence of urea in urine using sodium hypobromite solution. കഴിഞ്ഞ ക്ലാസ്സിൽ മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കി. സൂക്ഷ്മരിക്കൽ, പുനരാകിരണവും സ്രവണവും, ജലത്തിൻ്റെ ആകിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത്. തുടർന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെയും മൂത്രത്തിൻ്റെയും ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ അണുബാധ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അതിനുശേഷം മൂത്രത്തിലെ യൂറിയയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ലായനി വെച്ചുള്ള പരീക്ഷണവും നാം മനസ്സിലാക്കി. അടുത്തതായി വൃക്കകൾ ആന്തരസംസ്ഥിതി പാലനത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദി ഇല്ലസ്ട്രേഷൻ textbook page number 80, illustration 5-6, we can analyze how the kidneys maintain homeostasis. ശരീരദ്രവങ്ങളുടെ അതായത് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത നിലനിർത്തുന്നതിലും രക്തത്തിലെ ജലത്തിൻ്റെ ലവണങ്ങളുടെയും അളവ് pH ക്രമീകരിക്കുന്നതിലും വൃക്കകൾക്ക് പ്രധാന പങ്കുണ്ട്. They regulate the pH and amount of water and salt present in blood. Let's have a look into this. Waste materials formed as a result of life processes will disrupt homeostasis. To maintain homeostasis, kidney expel the waste materials, maintain water-salt balance and regulate pH. By all these processes, the homeostasis is maintained. Again, this process continues. തെറ്റായ ആരോഗ്യശീലങ്ങളും ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, ജീവിതശൈലിയും ലൈഫ് സ്റ്റൈലും, രോഗാണുബാധയും, ഇൻഫെക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ഇതെല്ലാം വൃക്കകളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. വൃക്കരോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81, ടേബിൾ 5.1, കിഡ്നി ഡിസീസസ്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. ഇവ മുഖേന ആന്തരസംസ്ഥിതിയിൽ വ്യതിയാനം സംഭവിക്കുന്നു. തുടർന്ന് വൃക്കകൾ മാലിന്യങ്ങൾ പുറന്തള്ളിയും ലവണജല സന്തുലനം നടത്തിയും pH ക്രമീകരിച്ചും ആന്തരസംസ്ഥിതി പാലിക്കപ്പെട്ട നിലയിലേക്ക് എത്തിക്കുന്നു. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഡിസീസ് നെഫ്രൈറ്റിസ്. റീസൺ ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. സിംറ്റംസ്. ലക്ഷണങ്ങൾ turbid and dark colored urine, back pain, fever, edema on face and ankle. കലങ്ങിയതും കടുനിറത്തോടുകൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. വൃക്കയിലെ കല്ല്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നു. കിഡ്നി സ്റ്റോൺ. റീസൺ deposition of crystals of calcium salt in kidney or urinary tract. Symptoms: pain in the lower abdomen, blockage of urine, dizziness and vomiting. അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി. യുറീമിയ. Reason: different types of kidney diseases, nephritis, diabetics, high blood pressure. യുറീമിയ ഉണ്ടാകുന്നതിന് കാരണം പലതരം വൃക്കരോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം. ലക്ഷണങ്ങൾ: വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുക. അനീമിയ, ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഡിസിനസ്, സഫോക്കേഷൻ, ഡയേറിയ, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജുവലി. ഇത്തരത്തിലുള്ള വൃക്കരോഗങ്ങൾ മാരകമായാൽ, ഈ കിഡ്നി ഡിസീസ് സിവിയർ ആയി കഴിഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസ് രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റാതെ അത് രക്തത്തിൽ തന്നെ നിലനിൽക്കും. അതോടെ എന്ത് സംഭവിക്കും? അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകും.
ഇത്തരം സന്ദർഭങ്ങളിൽ ജീവൻ നിലനിർത്താനുള്ള ഒരു മാർഗമാണ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് is the process of purifying blood by passing it through artificial kidney when the kidneys become non-functional. കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81, ചിത്രീകരണം 5-7 ശ്രദ്ധിക്കൂ. Blood with high quantity of waste materials is passed into the dialysis unit. Heparin is added to prevent clotting of blood. When the blood flows through the dialysis unit, the waste materials contained in the blood diffuse into the dialysis fluid. Then purified blood is allowed to pass through the veins. ഹീമോഡയാലിസിസിൻ്റെ ഘട്ടങ്ങൾ പരിശോധിക്കാം. ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ എന്ന രാസവസ്തു ചേർക്കുന്നു. ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പഠിച്ച രണ്ട് കാര്യങ്ങളും, അതായത് വൃക്കരോഗങ്ങളും ഹീമോഡയാലിസിസും വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചോദിക്കാറുണ്ട്. ഹീമോഡയാലിസിസ്. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുമ്പോൾ മൂത്ര ഉൽപാദനം നിലയ്ക്കും. രക്തത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടും. ഈ പ്രശ്നം പരിഹരിക്കാൻ കൃത്രിമ വൃക്ക ഉപയോഗിച്ച് രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡയാലിസിസ്. ധമനിയിൽ നിന്ന് മാലിന്യം കലർന്ന രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഒരു കുഴലിലൂടെ കടത്തിവിടുന്നു. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ എന്ന രാസവസ്തു കലർത്തിയതിനു ശേഷമാണ് രക്തം യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. യൂണിറ്റിനുള്ളിൽ വച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. മാലിന്യം നീക്കം ചെയ്ത രക്തം ഒരു ട്യൂബിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് സിരയിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഒരു വ്യക്തിയുടെ രണ്ട് വൃക്കകളും പൂർണ്ണമായും തകരാറിലാകുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായ വൃക്ക സ്വീകരിക്കേണ്ടി വരും. Kidney of a healthy person who died in an accident or of a completely healthy person can be transplanted after considering the matching blood groups and tissues. A single healthy kidney is enough to purify blood. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിലോ മറ്റോ പെട്ട് മരണപ്പെടുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളുടെയോ വൃക്ക രക്തഗ്രൂപ്പുകളുടെയും കലകളുടെയും പൊരുത്തമനുസരിച്ച് മാറ്റിവെക്കാവുന്നതാണ്. രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാകും. വൃക്ക മാറ്റിവെക്കുമ്പോൾ, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, ഡാമേജ്ഡ് കിഡ്നി ഒരിക്കലും നീക്കം ചെയ്യുന്നില്ല. പകരം പുതിയ കിഡ്നി പഴയ കിഡ്നിയുടെ ചുവടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഈ ശസ്ത്രക്രിയ വളരെ ചിലവേറിയതാണ്. അസുഖങ്ങൾ, ആക്സിഡൻറ്റ്സ്, വിവിധ തരത്തിലുള്ള ദുശ്ശീലങ്ങൾ അഥവാ ബാഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ അസുഖമുള്ളവർ വൃക്കയുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വൃക്കകളുടെ ആരോഗ്യത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധാരാളം ജലം കുടിക്കുന്നതിലൂടെ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയ്ക്കും. നമ്മുടെ വൃക്കകളുടെ ആരോഗ്യത്തിന് നാം വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 82 വൃക്കദാനം സംബന്ധിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അത് തയ്യാറാക്കുക. അടുത്തത് ഫിഷസ്. The major excretory product ammonia is released directly into water through the kidneys. മത്സ്യങ്ങളിൽ പ്രധാന വിസർജ്യ വസ്തുവാണ് അമോണിയ. വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുന്നു. അടുത്തത് ഫ്രോഗ്. Kidneys are the excretory organs. Waste materials including urea are filtered out and are excreted as urine. തവളയിൽ വൃക്കകളാണ് വിസർജനാവയവങ്ങൾ. യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു.
ഇനി reptiles and birds. Kidneys are the excretory organ. They filter uric acid, the main excretory product, and excrete them along with the digestive waste. ഉരകങ്ങളും പക്ഷികളും. വൃക്കകളാണ് വിസർജനാവയവങ്ങൾ. ഇവ മുഖ്യ വിസർജ്യ വസ്തുവായ യൂറിക് ആസിഡിനെ അരിച്ചുമാറ്റി ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. ഉദാഹരണത്തിന് പല്ലിയുടെ കാഷ്ടം നിങ്ങൾ കണ്ടിരിക്കും. അതിലൊരു കറുത്ത കളറിലും വെള്ള കളറിലും കാണാം. ഈ വെള്ള കളറിൽ കാണുന്നതാണ് യൂറിക് ആസിഡ്. കറുത്ത നിറത്തിൽ കാണുന്നത് അവയുടെ ദഹനാവശിഷ്ടമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 83 ഒരു ടേബിൾ 5-2 പൂർത്തീകരിക്കാനുണ്ട്. ഇത് നന്നായി വായിച്ചു പഠിച്ചതിന് ശേഷം ഓരോ ജീവികളുടെയും എക്സ്ക്രീറ്ററി ഓർഗനും അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റു ജീവികളിലെ വിസർജനം എങ്ങനെയെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 83 ചിത്രീകരണം 5-8. അമീബ. No specific excretory organ. Ammonia, excess water that reaches the cell, etc. are expelled through the contractile vacuum. അമീബ പ്രത്യേക വിസർജനാവയവങ്ങളില്ല. അമോണിയ, കോശത്തിൽ അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോച ഫാനങ്ങൾ വഴി പുറന്തള്ളുന്നു. അമീബ ഓൾറെഡി ഒരു യൂണിസെല്ലുലാർ ഏകകോശ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക വിസർജനാവയവം ഇല്ല. അടുത്തത് ഇൻസെക്ട്സ്. Secretory organs are Malpighian tubules. They are seen connected to the digestive tract. They separate excretory products like uric acid from the body fluids and eliminate them along with the digestive waste. ഷഡ്പദങ്ങളിൽ വിസർജനാവയവങ്ങൾ മാൽപീജിയൻ നളികകൾ എന്നാണ് അറിയപ്പെടുന്നത്. അന്നപദത്തോട് ബന്ധപ്പെട്ട് കാണുന്ന ഇവ ശരീരദ്രവത്തിൽ നിന്നും യൂറിക് ആസിഡ് പോലെയുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. അടുത്തത് മണ്ണിര. Earthworm. Nephridia are the excretory organs. They separate urea, ammonia, water, etc. from the body cavity and expel them through the small pores on the body surface. മണ്ണിരയിൽ നെഫ്രീഡിയകളാണ് വിസർജനാവയവം. ശരീര അറയിൽ നിന്നും യൂറിയ, അമോണിയ, ജലം തുടങ്ങിയ വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് ശരീരോപരിതലത്തിലെ സുഷിരങ്ങൾ വഴി പുറന്തള്ളുന്നു. അടുത്തത് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിലെ വിസർജനം. സസ്യങ്ങളിൽ പ്രത്യേക വിസർജന വ്യവസ്ഥ ഇല്ല. റേറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറവായതുകൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽസും സസ്യങ്ങളിൽ പൊതുവെ കുറവാണ്. 4 തരത്തിലാണ് സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 84 ഇല്ലസ്ട്രേഷൻ 5-9 നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്. എക്സ്പെൽ ഫോട്ടോസിന്തറ്റിക് ബൈ പ്രോഡക്റ്റ് ഓക്സിജൻ ആൻഡ് റെസ്പിറേറ്ററി ബൈ പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. നാം ഇവ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആസ്യരന്ധ്രം, ലെൻറ്റിസെൽ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ആസ്യരന്ധ്രത്തിലൂടെയും ലെൻറ്റിസെല്ലിലൂടെയും പുറന്തള്ളുന്നു. അടുത്തത് കാതൽ രൂപീകരണം, ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്. Some waste materials get accumulated in the older xylem vessels present at the center of the tree trunk and play a major role in the formation of hardwood. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിൻ്റെ മധ്യഭാഗത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ അടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതായത് നാം ഒരു മരം മുറിക്കുമ്പോൾ നമുക്ക് അതിന് ഉൾഭാഗത്ത് നല്ല കട്ടിയിൽ കാണാൻ സാധിക്കും. സൈലം കുഴലുകളിലാണ് ഈ വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടുന്നത്. അതിനനുസരിച്ചാണ് മരത്തിൻ്റെ ഉറപ്പ് അഥവാ കാതൽ നാം നിശ്ചയിക്കുന്നത്. അടുത്തത് ഹൈഡാത്തോഡ്. Hydatodes. In certain grasses and shrubs, excess water is eliminated through the small pores present at the tip of leaves called hydatodes. പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും ഇലയുടെ അഗ്രഭാഗത്ത് സുഷിരങ്ങളായ ഹൈഡാത്തോഡുകളിൽ കൂടി അധികമുള്ള ജലം പുറന്തള്ളുന്നു. അടുത്തത് ഇലകൊഴിയൽ, abscission of leaves. When the leaves are about to fall, plants absorb all useful materials from them
Falling leaves contain mostly waste materials. ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്ന് തിരിച്ചെടുത്ത് കൊഴിയുന്ന ഇലയിൽ വിസർജ്യ വസ്തുക്കളാണ് കൂടുതലായി ഉണ്ടാവുക. ആരോഗ്യകരമായ ജീവിതത്തിന് ബാഹ്യപരിസ്ഥിതിയും ആന്തരപരിസ്ഥിതിയും മാലിന്യമുക്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ശരീരം അതിൻ്റെ ആന്തരപരിസരം മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കരൾ, വൃക്ക, ത്വക്ക്, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങൾ വഹിക്കുന്ന പങ്ക് നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വിലയിരുത്താം അഥവാ ലെറ്റസ് അസസ് ആണ്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.